സ്വാമി ശരണം. ഗുഡ് മോർണിംഗ്. എന്താണോ ഒന്ന് പരുങ്ങുന്നത്? ആരാ മുറിയിൽ താമസിക്കുന്നത്? അത് നമ്മുടെ ശബരി സാറാ. അതെ. ഏത് ശബരി? കവിയോ? ഒന്ന് പറഞ്ഞോടത്തെ. ആരായാലും ശരി, ജഡ്ജിയും കുടുംബം ഇപ്പോഴെത്തും. എന്താ ഇതുവരെ മുറി ഒഴിപ്പിക്കാഞ്ഞത്? സ്വാമി ശരണം, രാവിലെ ഒഴിയാവുന്ന പറഞ്ഞതായിരുന്നു. എന്നിട്ടെന്താ അയാൾക്ക് മാത്രം ഇതുവരെ നേരം വെളുത്തില്ലേ? ഇതേ സർക്കാർ ഗസ്റ്റ് ഹൗസാ. ഇവിടെ ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. നിങ്ങൾ ഇവിടുത്തെ മാനേജരല്ലേ? നിങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടെ? അതൊക്കെ അയാളെ പോലുള്ള ബുദ്ധിജീവികൾക്കും ബാധകമാണ്. വേഗം പോയി ഒഴിപ്പിക്കണം. പപ്പായി പോ. ശബരി സാറേ, ശബരി സാറേ. സാറേ, ഇനിയെങ്കിലും ഒന്ന് ഒഴിഞ്ഞതാ. ഒരു VIP വേണ്ടി ഈ മുറി റിസർവ് ചെയ്തിരിക്കണം നേരത്തെ പറഞ്ഞിരുന്നല്ലേ? ഞാൻ യുദ്ധത്തിനൊന്നും വന്നല്ലോ, പൊക്കോളാം. ഈ തൊപ്പി തലയിൽ ഇരിക്കുമ്പോഴുള്ള ഉത്തരവാദിത്വത്തെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അവേ, ഇതൊക്കെ പാടക്കൂടെന്ന് ഇതും കൂടി വെച്ചോളൂ. ഇതൊക്കെ നിറഞ്ഞില്ല. പുസ്തകങ്ങളെ വെച്ചോളൂ. ഒന്നും വെക്കണ്ട. വലിച്ചിട്ട് ഇനി കൈ പോരുത്. അയ്യോ, ഇനിവിടെ ഷൂ കൈ പിടിച്ചേ, പിടിച്ചേ, പിടിച്ചേ. അവര് വന്നു. അവര് വന്നു. അവിടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ VIP ആരാണെന്ന് എനിക്കറിയോ? സ്വാമി ശരണം അറിയില്ല. ഓരോരുത്തർക്ക് അവനവൻ തന്നെയാ. അയ്യപ്പാ, ഇപ്പൊ മനസ്സിലായി. വന്നോളൂ, വന്നോളൂ. നമസ്കാരം സാർ. സാരില്ലേട്ടാ. താങ്ക് യു. ഈ ഹാർമോണി എവിടെ വെക്കേണ്ടത്? അവിടെ വെച്ചേക്കും. എന്താ? തബലയാണല്ലേ? ആ മുറിയുടെ അത്ര സൗകര്യം ഇല്ലട്ടോ അവിടെ ഇടാം. പേരെന്താ പറഞ്ഞേ? പപ്പായി. പപ്പായി, കുറച്ച് രാസനാദി പൊടി കിട്ടാൻ എന്താ മാർഗം? അയ്യോ, എന്ത് വേണമെന്ന് വെച്ചാലും ഞാൻ കൊണ്ടുവന്നുതരാം. തൊട്ടടുത്ത് തന്നെ ആയുർവേദ കട ഉണ്ടേ. അപ്പുറത്ത് അണക്കെട്ടും കാടും, ഇപ്പുറത്ത് ടൗണും. അങ്ങനെയാ ഇവിടെ. ഈ തടാകം കാണാൻ ധാരാളം ചെറുപ്പക്കാര് വരും. ഈ തടാകം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ജാതി ഒന്നുമില്ല. മണികണ്ഠപിള്ള ഇവിടെ മാനേജരായി വന്നിട്ട് എത്ര വർഷമായി? സ്വാമി ശരണം, 3 വർഷമായി. ഇതിനു മുമ്പ് ചെറുരുത്തി TV-യിലായിരുന്നു. മലയ്ക്ക് പോകുന്നുണ്ടോ? എല്ലാ വർഷവും മുടങ്ങാതെ പോകാറുണ്ട്. ഇപ്പൊ പോകുന്നുണ്ടോ? ഇല്ല, അതിനുശേഷം കാഷായ വസ്ത്രം സ്ഥിരമായിട്ട് സ്വീകരിച്ചു. ഇവിടെ അടുത്ത ക്ഷേത്രമുണ്ട്? ഉണ്ട്, കുറച്ച് അകലെയാ. ശ്രീരാമനാ പ്രതിഷ്ഠ. വളരെ പ്രസിദ്ധ, വിളിച്ചാ വിളിയേക്കുന്ന സ്ഥലമാ. അതിനൊരു ഐതിഹ്യമുണ്ട്. ഇപ്പൊ വേണ്ട, പിന്നെ പറയാം. കുടിക്കാൻ കാപ്പിയാണോ? ചായ മതി. സ്വാമി ശരണം. റപ്പായി. സാറിന് ഊണിന് സ്പെഷ്യലായിട്ട് നല്ല മാനിറച്ചി. മാനിറച്ചി? അല്ല, ഇവിടെ ഈ സാധാരണ ഇറച്ചിക്ക് മാനിന്റെ ഇറച്ചി എന്ന് പറയും. വെജിറ്റേറിയൻ മതി. ഇവളെ എനിക്ക് പേടിയാ. സമയത്ത് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഇവളെന്റെ ചെവിക്ക് പിടിക്കും. ആരെങ്കിലും ഒരാൾ ചെവിക്ക് പിടിക്കണമല്ലോ. ഏതായാലും നാട്ടിലേക്ക് വരണമെന്നുള്ള മോടെ ആഗ്രഹം നടന്നല്ലോ. വല്ലാത്ത കൊതുശല്യം ഉണ്ടെന്ന് തോന്നുന്നു. എത്ര നാൾ ഇവിടെ കഴിയേണ്ടി വരും? തെളിവെടുപ്പ് കഴിഞ്ഞ് കമ്മീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തേ സ്ഥലം വിടാൻ പറ്റൂ. അഴിമതി നടന്നു എന്ന് പറയുന്ന അതേ സ്ഥലത്ത് സിറ്റിംഗ് വെച്ച് സാക്ഷികൾ വിസ്തരിക്കണമെന്നാണ് തീരുമാനം. അതുവരെ മാലതിക്ക് കൊതുകടിയും എനിക്ക് ചിലപ്പോ മനുഷ്യന്റെ കടിയൊക്കെ കൊള്ളേണ്ടി വരും. മാമു, മാമു, ഈ പുസ്തകം ആരുടെയാ? തന്നോട് പാടാനല്ല പറഞ്ഞത്, ഈ പുസ്തകം ആരുടെയാന്നാ ചോദിച്ചത്. വരി കണ്ടിട്ട് മോയിൻകുട്ടി എഴുതാവാനാണ് സാധ്യത. അതാ ശബരി സാറിന്റെ. ഞാൻ മറന്നുപോയി. എന്താ ഇത്, റെഡി ആയില്ലേ? നമ്മൾ വരുമ്പോ ഈ മുറി താമസിച്ചിരുന്നത് ആ എഴുത്തുകാരൻ ശബരിയായിരുന്നു അത്രേ. ഓ, ശബരിയായിരുന്നു. ഇപ്പോഴത്തെ എഴുത്തുകാരിൽ അല്പം ഇൻഡിവിജ്വാലിറ്റി ഉള്ള ആളാ. വളരെ മനോഹര ചില കവിതകളൊക്കെ.
നമസ്കാരം സാർ. ഓ തോമസ് കുട്ടി, ഞാൻ സാറിനെ അന്വേഷിച്ച് നടന്ന് വലഞ്ഞു. എന്താ ഈ ആഴ്ച കൊലപാതക ഫീച്ചറും തെരഞ്ഞില്ലേ? സാറിനെ പോലുള്ളവർക്ക് ഞങ്ങളെ കുറിച്ചുള്ള ധാരണ ശരിയല്ല അല്ലേ തോമസ് കുട്ടി? പാവം ജനങ്ങളിൽ അക്രമവാസന വളർത്താനല്ലേ നിങ്ങളുടെ ഈ പ്രസിദ്ധീകരണങ്ങളൊക്കെ സഹായിക്കൂ? ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് ജനകീയം അല്ലേ? ആ സാറിന്റെ നന്മകളുടെ സൂര്യോദയം എന്ന പുസ്തകത്തിന് ഇനിയും വലിയ അവാർഡുകളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കേട്ടല്ലോ. അവാർഡുകളൊന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ എഴുതുന്നത് തോമസ് കുട്ടി. ഞാൻ ഇതിനു വേണ്ടി പലതും ഉപേക്ഷിച്ചവനാ. പക്ഷെ ഇതുവരെ കാര്യമായ എന്തെങ്കിലും എഴുതിയിരുന്നോ? എഴുതിയതൊക്കെ നല്ലതാണെന്നോ എനിക്ക് തോന്നിയിട്ടില്ല. അത് വെറുതെ. ഈ കാലഘട്ടത്തിലെ കവികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട യുവകവിയാണ് സാറ്. ആരംഗീകരിച്ചു? ഒരു വ്യക്തി ഏറ്റവും ആദ്യം അംഗീകരിക്കേണ്ടത് അയാൾ തന്നെയാ. എന്തോ എനിക്കിതുവരെ ഒന്നും കഴിഞ്ഞിട്ടില്ല. ആ അതിരിക്കട്ടെ, സാഹിത്യ രംഗത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മോഷണത്തെ കുറിച്ചുള്ള സാറിന്റെ അഭിപ്രായം എന്താ? സോറി, ഞാനിപ്പോ ഒരു ഇന്റർവ്യൂവിന് പറ്റിയ മൂഡിലല്ല തോമസ് കുട്ടി. അപ്പായി, മോളുടെ പഠിപ്പൊക്കെ എങ്ങനെയുണ്ട്? അവൾ ഇംഗ്ലീഷ് പറയുന്നത് കേട്ട മലയാളം പോലെയാ. ഒരു സംശയം ചോദിച്ചോട്ടെ സാറേ, ഈ പെണ്ണുങ്ങളെ ജഡ്ജിയാക്കാൻ പറ്റില്ലേ? റപ്പായി നേരത്തെ എന്നോട് പറഞ്ഞ മോളൊരു സാഹിത്യരിയാക്കാൻ പോകുന്നില്ലേ? അത് അന്നല്ലേ. ഇപ്പൊ ജഡ്ജി സാറിനെ പോലെ ഇംഗ്ലീഷ് പറയുന്നോണ്ട് അവളെ ജഡ്ജിയാക്കാന്ന് വിചാരിക്കുക. ആ അത് പോട്ടെ. ഞാനെന്നാ തിരക്കിൽ ഇവിടുന്ന് പോയപ്പോ ഒരു നോട്ട് ബുക്ക് മറന്നു വെച്ചിരുന്നു. അതുവഴി ഉണ്ട്. കിട്ടിയോ? ആ പിന്നെ താങ്ക്സ്. ആ സാറ് വന്നല്ലോ. നമസ്കാരം സാർ. ഞാൻ ശബരിയല്ലേ? അതെ. കവിതകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. വരൂ. താങ്ക് യു. സാറിനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ ആ സന്തോഷം. കാറിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചേ. ഓ എന്താ വിളിച്ചേ? ആ മാലതി, ശബരി നമ്മുടെ കുട്ടിശങ്കറിന്റെ മോനാണത്രേ. ആഹാ, അച്ഛനെ കുറിച്ച് ഇവിടെ എപ്പോഴും പറയാറുണ്ട്. കവിത എഴുത്തല്ലാതെ മറ്റു വല്ല ജോലിയുണ്ടോ? ഉദ്യോഗങ്ങൾക്കെല്ലാം ഞാൻ മിസ്ഫിറ്റാ. ഇതുവരെ ഒന്നിലും ഉറച്ചു നിന്നില്ല. അച്ഛൻ എന്നെ എപ്പോഴും ചീത്ത പറയും. തലമുറകളായി സമ്പാദിച്ച കുറെ ഭൂസത്തുള്ളതുകൊണ്ടാ ഞാൻ ഈ കവിതയും കുറെ തലയിതിഞ്ഞ ഫിലോസഫിയൊക്കെ ആയിട്ട് നടക്കുന്നതെന്ന്. അത് പിന്നെ ശരിയല്ലേ? IAS സെലക്ഷൻ കിട്ടിയിട്ടും അത് വേണ്ടെന്ന് വെക്കുന്നത് കുറച്ച് കടന്ന കയ്യ. ഞാനൊരു എടുത്തുകേട്ടക്കാരനാന്നാ എല്ലാരും പറയുന്നത്. ഏതായാലും പുസ്തകങ്ങളിൽ കാണുന്ന ആ പക്വത, ഐ മീൻ ഒതുക്കം, അത് കാഴ്ചയിലില്ല. After all, you are too young. കുട്ടിശങ്കറിനെ അന്ന് കണ്ടതാ. ശബരി ചോദിച്ചു നോക്കൂ, ആട്ടക്കളം കളിക്കാൻ കൂടിയിരുന്ന രാജശേഖരനെ ഓർമ്മയുണ്ടോന്ന്. എന്താ റപ്പായി? ദേവിമോക്ക് റപ്പായി വലിയ കാര്യമാണ്. ആ റപ്പായിക്ക് ഒരു അബദ്ധം പറ്റി. അതെ, എഴുതി തരണ പുസ്തകങ്ങളൊക്കെ വായനശാലയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന റപ്പായിയാ. ഒരു ദിവസം ചെമ്മീൻ എഴുതി തന്നു. ഞാൻ ചന്തയിൽ പോയി 2 കിലോ ചെമ്മീൻ വാങ്ങിക്കൊണ്ടു വന്നു. ഇവിടെ വന്നപ്പോഴറിയണേ അതൊരു പുസ്തകത്തിന്റെ പേരാന്ന്. ഇപ്പൊ കൊച്ചമ്മയും മോളും കൂടി അതും പറഞ്ഞെന്നെ കളിയാക്കുക. നിക്കണു. ആ റപ്പായി അവിടെ നിൽക്കൂ. താൻ പൂജമുറിലോട്ട് കയറണ്ട. ഇയാൾക്കല്ലേ ശുദ്ധവും വൃത്തിയില്ല. ഞാൻ അങ്ങോട്ട് വരാം. അങ്കിൾ ഇങ്ങോട്ട് വരാന് ബാ. റപ്പായിക്ക് ഒരു 100 രൂപ കടം വേണല്ലോ. എന്താ കാര്യം? ഒരു അത്യാവശ്യത്തിന് മടക്കി തരാം. ആ മനസ്സിലായി. അത്യാവശ്യത്തിനല്ലാതെ റപ്പായി ചോദിക്കാറില്ലല്ലോ. കൊച്ചിന് ഇംഗ്ലീഷ് മീഡിയത്തിൽ അടയ്ക്കാനാ. ഇവരുടെ മമ്മി പറഞ്ഞു പിള്ളച്ചേട്ടനോട് ചോദിച്ചാൽ മതിയെന്ന്. അത് ശരി. തന്റെ മോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാലേ നന്നാവത്തുള്ളൂ. അതെ. മലയാളം മീഡിയത്തിൽ പഠിച്ചാൽ നന്നാവില്ലേ? ഇല്ല. അതിന് 100 രൂപ മതിയാവോ? അവള് 250 രൂപ ചോദിക്കാൻ പറഞ്ഞു. ചേട്ടനും ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതി ഞാൻ കുറയ്ക്കണ്ട. ആ. ഒരു 1000 തന്നെ ആയിക്കോട്ടെ. ആ. തരുന്ന ഞാനല്ലേ. ആ. തന്റെ ഭാര്യയുടെ പ്രസവത്തിന് നമ്പർ 500 രൂപ മേടിച്ചോണ്ട് താഴെ തിരിച്ചു തന്നോ? കുട്ടിക്ക് ഈ പ്രായമായല്ലോ. അത് ആദ്യത്തെ കുട്ടിയാ. ആ കുട്ടി പ്രസവത്തോട് മരിച്ചുപോയി. അപ്പൊ ഇതിന്റെ പ്രസവിച്ചാൽ ആരാ നോക്കിയത്? അതെന്റെ ഒരു പഴയ പരിചയക്കാരനാ. എന്നാൽ ആ പഴയ പരിചയക്കാരനോട് പോയി ചോദിക്കും. അവൻ തരും. എന്നെ കുറെ നാളായ നോക്കി വെച്ചിരിക്കുക. പോടോ. പെണ്ണും പിടക്കോഴില്ലാത്ത ഇയാൾക്ക് എങ്ങനെയാ മനുഷ്യന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്? മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കുറുപ്പിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്താ പറയാ? ആ, വക്കീലിനോടും ദല്ലാളിനോടും ഒന്നും മറച്ചു വെക്കാൻ പാടില്ല എന്നാ പറയാ. എന്തൊക്കെയായാലും നമ്മുടെ അന്തസ്സിനൊരു ബന്ധം വേണമല്ലോ ശരിപ്പെടുത്താൻ. 2-3 ലക്ഷം രൂപ കൊടുക്കാൻ. അയ്യോ, സ്ത്രീധനം കൊടുത്തൊരു ബന്ധം അത് നമുക്ക് വേണ്ട കുറുപ്പ്. നിയമം അറിയാത്തോണ്ടല്ല,
കാര്യം നടക്കണ്ടേ? രഹസ്യമായിട്ട് മതി. മാലതിയമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ ഏറ്റവും എല്ലാം അതിന്റെ സമയത്ത് നടക്കും. പ്രോജക്ട് എഞ്ചിനീയർ തന്നെ അന്യായമായി സ്ഥലം മാറ്റാനുണ്ടായത് സാർ. ഡാമിന്റെ പണിക്ക് പൊതു ടെൻഡർ നൽകാതെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം AT വാറുണ്ണിക്ക് സ്പെഷ്യൽ ഓർഡർ നൽകാൻ കൂട്ടു നിൽക്കാത്തോണ്ട്. മിസ്റ്റർ നമ്പ്യാർ, രാമപുരത്തുകാരനായ താങ്കൾ അങ്ങോട്ടേക്ക് സ്ഥലം മാറ്റത്തിന് റിക്വസ്റ്റ് ചെയ്തതായ രേഖയുണ്ട്. ആ സ്ഥിതിക്ക് ഈ സ്ഥലം മാറ്റത്തിൽ അഴിമതി ഉണ്ടെന്ന് പറയുന്നത് സത്യവിരുദ്ധമല്ലേ? അല്ല, 1.5 വർഷം മുമ്പായിരുന്നു ട്രാൻസ്ഫർ റിക്വസ്റ്റ്. അന്ന് എന്റെ അമ്മ തീരെ സുഖമില്ലാതെ കിടപ്പിലായിരുന്നു. പക്ഷേ ഡിപ്പാർട്ട്മെന്റ് എന്റെ അപേക്ഷയെ മാനിച്ചില്ല. പിന്നീട് ആ അപേക്ഷയെ ദുരുപയോഗപ്പെടുത്തി മനഃപൂർവ്വം സ്ഥലം മാറ്റുകയായിരുന്നു. മന്ത്രി രേഖാമൂലം ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയതായി തെളിവുണ്ടോ? ഇല്ല, ഫോൺ മെസ്സേജ് ആയിരുന്നു. കനകം, ഇന്ന് ഇത്രയും മതി. പൊയ്ക്കുള്ളൂ. മാമു, തന്നോടല്ല പോകാൻ പറഞ്ഞത്. ഈ ഫയലൊക്കെ എടുത്ത് അകത്തോണ്ട് വയ്ക്കേ. താങ്ക് യു സർ. സോറി. തലയിൽ തേക്കാനുള്ള എണ്ണ എടുത്തു ശബരി? എടുത്തു. ഞങ്ങൾക്ക് നീ ഒന്നേ ഉള്ളൂ. നിനക്ക് അത്രയും ചുമതല കൂടുതൽ ആലോചിക്കണം. അമ്മേ, പുതിയ നോവലിന്റെ പണി തീർന്ന ഉടനെ ഞങ്ങൾ മടങ്ങിയെത്തില്ലേ? ഇവിടെ ഇരുന്ന് ഒന്നും നടക്കില്ല. ഇപ്പൊ ഒരു മുങ്ങല് മുങ്ങിയാൽ ബുദ്ധിജീവി ഇനി എപ്പോഴാണാവോ പൊന്തുക? എന്താ ചത്? ഇത് കുറച്ച് മാമ്പഴ നമ്മുടെ പറമ്പിലുണ്ടായതാ. മാമ്പഴം എന്ന് വെച്ചാൽ രാജശേഖരന് വലിയ പ്രിയമാ. കൊണ്ട കൊടുക്ക. കുട്ടിക്കാലത്ത് ഞങ്ങൾ രണ്ടാളും കൂടി അമ്പലപ്പറമ്പിൽ പുളിമാങ്ങ വെക്കാൻ പോയിട്ടുണ്ട്. തന്തനമ്പൂരുടെ ഇന്ന് തലയ്ക്ക് നല്ല കിഴുക്കും കിട്ടിയിട്ടുണ്ട് രണ്ടാൾക്കും. ആ, രാജനോട് പറഞ്ഞേക്ക് ഒരു ഓണത്തലിന് ഞാനങ്ങോട്ട് വരണ്ടെന്ന്. ആ, ഭഗവതിയെ തൊഴുതിട്ട് പോണേ മോനെ. വരട്ടെ. എന്തൊക്കെ ആയാലും എനിക്ക് അവനെ പറ്റി അഭിമാനേ ഉള്ളൂ തങ്കമണി.